മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും നൊബേൽ ജേതാവുമായ അമർത്യ സെൻ 20 കോടി മുസ്ലിങ്ങളെയാണ് മോദി അപമാനിച്ചതെന്നും ഗുരുതരമായ പരാമർശമാണ് മോദി നടത്തിയതെന്നും അമർത്യ സെൻ പറഞ്ഞു. അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്താനുള്ള നീക്കം തന്നെ ഞെട്ടിച്ചുവെന്നും അമർത്യ സെൻ വിമർശിച്ചു. ദി വയർ എന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമർത്യ സെൻ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുകയായിരുന്നു. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് മോദി വിളിച്ചത്. 20 കോടി മുസ്ലിങ്ങളെയാണ് അപമാനിച്ചത്. പരാമർശത്തിൽ മോദി മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് അമർത്യ സെൻ പറഞ്ഞു. തന്റെ ജന്മം ജൈവികമല്ലെന്നും ദൈവം അയച്ചതാണെന്നുമുള്ള മോദിയുടെ പരാമർശം അഹങ്കാരവും മതിഭ്രമവും നിറഞ്ഞതാണെന്നും അമർത്യ സെൻ തുറന്നടിച്ചു. തുടർച്ചയായി 3 തവണ വിജയിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയെന്ന പ്രധാനമന്ത്രിയുടെ വീമ്പിളക്കൽ അസംബന്ധം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും മോദിയുടെ ധിക്കാരത്തിനും അഹങ്കാരത്തിനും കുറവില്ല. പ്രതിപക്ഷത്തോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണെന്നും അമർത്യ സെൻ പരിഹസിച്ചു. അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തന്നെ ഞെട്ടിച്ചുവെന്നും അമർത്യ സെൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ചും മോദിക്കും BJPക്കുമെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഹിന്ദു രാഷ്ട്രമെന്ന BJPയുടെ ആശയത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.